സാമ്പത്തിക അച്ചടക്കം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മളതത്ര ശ്രദ്ധിക്കാറില്ല. നമ്മൾ വിചാരിക്കും, ഞങ്ങൾ അധികം ചിലവൊന്നും ആക്കുന്നില്ലല്ലോ, അത്യാവശ്യം ഗ്രോസറി വാങ്ങുന്നു, ഞങ്ങളങ്ങനെ അധിക ചിലവുകളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. പക്ഷേ നിങ്ങളുടെ വരവ് ചിലവ് കണക്കുകൾ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. ഇപ്പോൾ പുസ്തകം തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഫയൽ, ഗൂഗിൾ ഡോക്യുമെൻറ്റിൽ എക്സൽ ഷീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇതുപോലത്തെ ആപ്സൊക്കെ ഉണ്ട്. എന്തിലെങ്കിലും നിങ്ങൾക്ക് ഏത് ചെറിയ ചിലവുകളും, ചിലപ്പം 10 രൂപയുടെ ആയിരിക്കാം, 20 രൂപയുടെ ആയിരിക്കാം, ഇതെല്ലാം കൂടി നിങ്ങൾ വേണം ഒരു കുഞ്ഞു ബുക്ക് വയ്ക്കുക. എന്നിട്ട് അതിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് ഒരാഴ്ചയുടെ എൻഡിൽ ഇതൊക്കെ ഓൺലൈൻ അപ്ഡേറ്റ് ചെയ്യാം, ഇത് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ടോട്ടലൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാം. ഒന്നുമില്ലെങ്കിലും ഒരു സാധാരണ ഒരു നോട്ട്ബുക്കോ ഡയറിയിലോ ഇത് കുറിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് നോക്കാൻ പറ്റും, അതായത് ഒരു മാസം നമ്മൾ ഗ്രോസറിക്ക് എത്ര ചിലവഴിച്ചു, നമ്മൾ പെട്രോളിന് എത്ര ചിലവഴിച്ചു, പിന്നെ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ എത്ര ചിലവഴിച്ചു. ഇങ്ങനെ ഓരോ വിഭാഗത്തിനും നമ്മൾ എത്ര ചിലവഴിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് മാസാവസാനം ഒരു ഐഡിയ കിട്ടും. ഇനിയിപ്പോൾ ഒരു ചിലവ് ചുരുക്കണമെങ്കിൽ ഏതാണ് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ചില ആൾക്കാർ നെറ്റ്ഫ്ലിക്സിന് ഇതെടുത്തിരിക്കും, വേറെ ഹോട്ട്സ്റ്റാറിന് എടുത്തിരിക്കും. ചിലപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സ് ഒന്നും കാണൽ തന്നെ ഉണ്ടാവില്ല, ഒരു സിനിമയോ 2 സിനിമയോ കാണാൻ വേണ്ടി എടുത്തതാവും. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പക്ഷെ അത് നമ്മുടെ കൺമുന്നിൽ അത് കാണുമ്പോൾ അത് വളരെ ഉപകാരമായിരിക്കും. നമുക്കത് ഏത് കട്ട് ചെയ്യണം, ഏത് കട്ട് ചെയ്യണ്ട, ഏത് കീപ്പ് ചെയ്യാം, ഏത് വെട്ടി കുറയ്ക്കാം, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന ബഡ്ജറ്റ് ഒരുപാട് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആഴ്ചയ്ക്കും പകരം നമ്മൾ 2 ആഴ്ചയിലൊരിക്കൽ പോയി കഴിക്കാം, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഇതാക്കാം. അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴത്തേക്കും പുറത്ത് പോയി കഴിക്കുന്നത് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇത് കട്ട് ചെയ്യാം. പക്ഷേ കൃത്യമായിട്ടും വരവ് ചെലവ് കണക്ക് നമ്മൾ എഴുതി വയ്ക്കാതെ നമ്മളുടെ ഫൈനാൻസസ് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ബാങ്കിൽ എത്ര പൈസയുണ്ട്, കഴിഞ്ഞ മാസം ബാങ്കിൽ ഇത്രയുണ്ടായിരുന്നു, ഈ മാസം ബാങ്കിൽ ഇത്രയുണ്ട്, അല്ലെങ്കിൽ ഇത്ര കുറഞ്ഞു, എന്താ കുറയാൻ കാരണം, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കണം. റെക്കോർഡ് വയ്ക്കുന്നതിന് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പിന്നോട്ട് പോയി നോക്കാം. എന്തൊക്കെ സാധനങ്ങൾക്ക് വില കൂടിയെന്ന് നമുക്കറിയാം. നമ്മളറിയില്ല, ചെറിയ സാധനങ്ങൾക്ക് വില കൂടുന്ന അറിയില്ല. പക്ഷേ നമ്മൾ 6 മാസം മുന്നേ നമ്മൾ ഈ സാധനത്തിന് ഇത്രയേ കൊടുത്തുള്ളൂ, ഇന്ന് ഇത്രയും വിലയാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത് എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിനൊരു മടിയും വിചാരിക്കരുത്. നിങ്ങൾ എത്രയും വേഗം ഒരു പുസ്തകം എടുത്ത് വരവ് ചിലവ് കണക്ക് എഴുതിക്കൊള്ളൂ.